ഹലോ, അപ്പോൾ നമ്മൾ ചേട്ടനൊരു ബുള്ളറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. നമ്മൾ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ ഉള്ളതും വണ്ടി എടുക്കാൻ പോയപ്പോൾ ഉള്ള വീഡിയോസും ഞാൻ ഒരുമിച്ച് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റേതാകുമ്പോൾ ഒരുപാട് ലാഗ് വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് എന്താ പറയാനാ, മോളെ കല്യാണമൊക്കെ വന്ന് ഇങ്ങനെ ആകെപ്പാടെ ടെൻഷനിലാണ്. ഞങ്ങളിങ്ങനെ കല്യാണ പർച്ചേസിംഗ് കഴിഞ്ഞ് മരുമോന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വണ്ടി എടുക്കാൻ. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് ബുക്ക് ചെയ്യാൻ പോയത് ഉണ്ണുണ്ണി മോട്ടേഴ്സിലാണ്. പോളയത്തോട് ആ ഒരു ഏരിയയിൽ അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയ വണ്ടി ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 350 ആണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ ഈസിയായി. പിന്നെ നമ്മൾ ആ വണ്ടിയിൽ തന്നെ കുറച്ച് ചേഞ്ചസ് നമുക്ക് വരുത്തണമായിരുന്നു. അല്ലെ ഫ്രണ്ടിലത്തെ ആ ബ്ലാക്ക് കളർ മാറ്റിയിട്ട് സ്റ്റീലാക്കണം. ആ ഒരു കളറാകുമ്പം അതിനൊരു എടുപ്പാണല്ലോ. അപ്പോൾ അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി അങ്ങനെ നമ്മളത് ബുക്ക് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നറിയോ, എന്തോ ഒരു സന്തോഷം. അങ്ങനെ ഞാനും അപ്പായും കൂടെ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. ആ ഒരു ബുക്ക് ചെയ്യാൻ പോയ ആ ഒരു ടൈം അടിപൊളിയായിരുന്നു. അങ്ങനെ അപ്പ അതിൽ കയറി ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളുടെ വണ്ടിയിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ അപ്പോൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഫുള്ള് കറങ്ങി നടന്നു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമാണ് ഈ മിറർ. ഒരു വലിയ മിറർ അവിടെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ആക്ച്വലി ഏകദേശം ഒരു 2 month ആയി. പക്ഷേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് സർപ്രൈസ് ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ മാരേജൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ജനുവരി, അതായത് മാരേജിൻ്റെ തലേന്ന് വന്ന് നമ്മൾ എടുക്കുന്ന പോലെയായിരുന്നു ഓൾ സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. എന്താണെന്നറിയില്ല, ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി എൻ്റെ കയ്യിൽ വണ്ടിയുടെ കീ മേടിക്കുന്നത്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഇതിനു മുമ്പ് വണ്ടി എടുത്തപ്പോഴൊക്കെ അച്ഛനും അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ മേടിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ കയ്യിൽ പുതിയ വണ്ടിയുടെ താക്കോല് മേടിക്കുന്നത്. ഐ ആം വെരി എക്സൈറ്റഡ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്കന്ന്.
ഹാപ്പി ആയിരുന്നു ഞാനന്ന്. അങ്ങനെ ഞാൻ പുതിയ വണ്ടിയുടെ പുതിയ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 കീ അങ്ങനെ ഞാൻ ഏറ്റുവാങ്ങി. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ റിസപ്ഷനിൽ അന്നാണ് നമ്മൾ വൈകിട്ടാണ് വണ്ടി ചേട്ടന് കൊടുക്കുന്നത്. അപ്പോൾ ചേട്ടനും അതുവരെയും ചേട്ടൻ അറിയില്ല, പിന്നെ അവിക്കറിയാം, പക്ഷെ അവൾ പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് അവരുടെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരകത്തുനിന്ന് പുറത്തോട്ട് വിളിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നിന്നാണ് കീ കൊടുത്തത്. അതുവരെയും അവർക്കാർക്കും അറിയത്തില്ല. അപ്പോഴാണ് ചേട്ടൻ്റെ അച്ഛനും അമ്മയും ചേട്ടൻ്റെ അനിയത്തിയൊക്കെ അറിയുന്നത്.